ഗൈസ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നവ്യ എല്ലാ സംഭവങ്ങളും അറിഞ്ഞിരിക്കുകയാണല്ലോ, എല്ലാം ഫ്രണ്ട് വഴി അറിഞ്ഞിരിക്കുകയാണ്. അബിയുടെ കുഞ്ഞാണ് ചന്തമോളം എന്നുള്ള കാര്യം, അതുപോലെ തന്നെ ജ്വല്ലറിക്കാർ ചതിക്കുകയാണെന്നുള്ള കാര്യവും നവ്യയ്ക്ക് പിടികിട്ടിയിരിക്കുകയാണ്. ജ്വല്ലറിക്കാർ എന്തുകൊണ്ടായിരിക്കും അബിയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നും അതുപോലെ അനന്തപുരിയിലുള്ളവരോട് ഇത്രയ്ക്ക് വൈരാഗ്യം വരാൻ എന്തായിരിക്കും കാരണം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ നവ്യ. അതുകൊണ്ട് തന്നെ നവ്യ ഇതറിഞ്ഞെന്നുള്ള സത്യം ആരോടും പറയുന്നില്ല. അറിയാത്ത ഭാവത്തിന് അബിയുടെയും ജലജയുടെയും ഒക്കെ മുമ്പിൽ അങ്ങ് അഭിനയിച്ച് തകർക്കാണ്. അങ്ങനെ ഇരിക്കുമ്പം അബിയെ നമ്മുടെ ജ്വല്ലറിയുടെ മാനേജറായിട്ടൊക്കെ കൊണ്ട് നവ്യ ആക്കുന്നുണ്ട്. അതിനുശേഷം അബി അവിടെ ഭരണം അങ്ങ് തുടങ്ങുകയാണ്. അവിക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് നാഗേന്ദ്രയും അതുപോലെ തന്നെ ഡേവിഡും ഒക്കെ. അങ്ങനെ അബി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ പണി അബിക്കിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ നവ്യ. അങ്ങനെ ആ പണി കിട്ടി അബി പോലീസിൻ്റെ പിടിയിലാവുന്നൊക്കെയുണ്ട്. അതേസമയം നാഗേന്ദ്രയും ഡേവിഡും ഒക്കെയാണ് അബിയെ രക്ഷിക്കാൻ നോക്കുന്നുണ്ട്. എന്നാലും എല്ലാവർക്കും ഒരു വലിയ എട്ടിൻ്റെ പണി തന്നെയാണ് നമ്മൾ നവ്യ കൊടുക്കുന്നത്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അബി ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ റെഡിയായി വരികയാണ്. അപ്പോൾ പൂജയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ അബിയെ വിടുന്നത്. അങ്ങനെ നവ്യ പൂജ ചെയ്യാൻ മുത്തശ്ശനെ വിളിക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ആരും അങ്ങോട്ട് എത്താൻ തയ്യാറാകാത്തത് കൊണ്ട് തന്നെ ജലജ മാത്രമേ ഉള്ളൂ. അങ്ങനെ അവന്തികയും പറയുന്നുണ്ട് ഞാൻ വരില്ല എന്നുള്ള കാര്യം. അവന്തിക തകർത്ത് അഭിനയിക്കുകയാണ്. എന്തായാലും അബിയെയും ജലജയെയും സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള രീതിയിൽ അവിടെ അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ നവ്യ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണേലും അവന്തികയുടെ മുമ്പിൽ അഭിനയിച്ചുകൊണ്ട് പറയുന്നുണ്ട് ജ്വല്ലറി ഏറ്റവും വലിയ ഉയരങ്ങളിലെത്തും, നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയെ തകർത്ത് ഏറ്റവും വലിയ ലാഭം കൊയ്യാൻ പോകുന്ന ജ്വല്ലറി ആയിരിക്കും എന്നൊക്കെ അങ്ങ് മനസ്സിൽ വെച്ച് തന്നെ നമ്മുടെ നവ്യ പറയുക. നവ്യയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ, അവന്തികയ്ക്കും ഇതിൽ പങ്കുണ്ടെന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ അവന്തിക മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് അത് തന്നെയാണ് എനിക്കും വേണ്ടത്, മൂർത്തീസ് ജ്വല്ലറിയെക്കാളും ഉയരങ്ങളിൽ എൻ്റെ ജ്വല്ലറി എത്തണം എന്നുള്ള കാര്യം. അങ്ങനെ നിൽക്കുന്ന സമയമാണ്. അതിനൊക്കെ ശേഷം അബിയും ജലജയും ചെല്ലുകയാണ്. വേറെ ആരും തന്നെ പൂജയ്ക്കൊന്നും പങ്കെടുക്കാൻ ചെല്ലുന്നില്ല. നവ്യ തന്നെ പൂജയെല്ലാം നടത്തുകയാണ്. അങ്ങനെ അബിയെ പ്രസാദമൊക്കെ തൊടിയിച്ചിട്ട് ജ്വല്ലറിയിലേക്ക് കൊണ്ടാക്കാൻ പോവുകയാണ് നമ്മുടെ നവ്യ. അപ്പോൾ കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുത്താൽ വിടുന്ന അബി, നീ ജ്വല്ലറിയിലേക്ക് മാനേജറായിട്ട് പോവാണ്, നീ ഒരു കാര്യം ചിന്തിക്കണം, നിനക്ക് ഇവിടെ കിട്ടാത്ത സ്ഥാനമാണ് ജ്വല്ലറിയിൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് ഒരു കള്ളത്തരോ ചതിയോ ഒന്നും കാണിക്കാൻ നീ തയ്യാറാവരുത്. അവിടെ ഒരു മാന്യനായിട്ട് തന്നെ നീ ഇരിക്കുകയും ചെയ്യണമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അബി പറയുന്നുണ്ട് ഞാൻ എന്ത് കള്ളത്തരം ചെയ്യാനാണ് അബിയെ, നീ എന്നെക്കുറിച്ച് ഇങ്ങനെയാണോ ധരിച്ചിരിക്കുന്നത്? ഇവിടെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ ഇവരെന്നെ പുറത്താക്കിയത്? എല്ലാവർക്കും എന്നോടുള്ള അസൂയ കൊണ്ടാണ് ഇവിടുന്ന് പുറത്താക്കിയത്. ഞാൻ ഈ കുടുംബത്തിലെ അല്ലല്ലോ, അതുകൊണ്ട് തന്നെ അനിയെയും ആദർശിനെയും ഒക്കെ MD ആക്കി ഇരുത്തണം, അതിനുവേണ്ടി എന്നെ ഇവിടുന്ന് പുറത്താക്കിയതാ എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം, നിൻ്റെ സ്വഭാവവും എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ്റെ പുറത്ത് മാത്രമാണ് നിനക്ക് ജ്വല്ലറിയിൽ ഈ ജോലി കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ പോയി വേറൊരു പേരുദോഷവും കേൾപ്പിക്കാതെ നല്ല രീതിയിൽ ജോലി ചെയ്താൽ നിനക്ക് അവിടെ സ്ഥിരമായിട്ട് ജോലി ചെയ്യാം, നല്ല ശമ്പളം നേടാനും പറ്റും. നമുക്ക് രണ്ടുപേർക്കും അങ്ങനെ സമാധാനത്തോടെ ജീവിക്കാം. ഇവിടെ ആരുടെയും കാല് പിടിക്കാതെയും അടിമയായിട്ട് കഴിയാതെയും നമുക്കങ്ങ് മാറി താമസിക്കുകയും ചെയ്യാം. അതുകൊണ്ട് നീ അങ്ങനെ വിചാരിക്കണമെന്ന് പറയുക. അപ്പോൾ അബി പറയുന്നുണ്ട് പിന്നെ ഞാൻ അങ്ങനെ അല്ലാതെ ജീവിക്കുമോ? ഇത്രയും നാളത്തെ അനുഭവത്തിനിടെ എനിക്ക് എല്ലാ അനുഭവങ്ങളും കിട്ടിയതല്ലേ, അപ്പോൾ പിന്നെ ഇനി അങ്ങനെ അല്ലാതെ ഒന്നും ജീവിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ, നീ പറയുന്ന പോലെ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറയുക. ജലജയും പറയുന്നുണ്ട് ശരിയാടാ അബി, നീ അവിടെ നന്നായിട്ട് പിടിച്ചു നിൽക്കാൻ നോക്കണം, എങ്ങനെയെങ്കിലും അവരുടെയൊക്കെ പ്രീതി സമ്പാദിച്ച് ആ ഡേവിഡിൻ്റെയൊക്കെ പ്രീതി സമ്പാദിച്ചിട്ട് നീ ആ ജ്വല്ലറിയിൽ ഉയരങ്ങളിലെത്തണം, നിൻ്റെ ശമ്പളമൊക്കെ കൂടണം, ഇവിടെയുള്ളവരത് കണ്ട് വിഷമിക്കണം. അത് മാത്രമല്ലടാ ഉണ്ടാവേണ്ടത്, നീ ആ ജ്വല്ലറിയുടെ നന്മയ്ക്ക് വേണ്ടി നന്നായിട്ട് പ്രവർത്തിക്കണം. മൂർത്തീസ് ജ്വല്ലറി ഇനി നിൻ്റെ ശത്രുക്കളാണ്. മൂർത്തീസ് ജ്വല്ലറി തകർന്ന് തരിപ്പാടാവണം. ഒന്നാം സ്ഥാനത്ത് ജ്വല്ലറി തന്നെ എത്തിക്കാൻ നീ ശ്രമിക്കണം എന്നൊക്കെ ജലജയും അനുഗ്രഹിച്ച് വിടുകയാണ്. അങ്ങനെ അബി അവിടുന്ന് പുറത്തിറങ്ങുകയാണ്. അബിയെ കൂടെ പോകുന്നത് നവ്യാണ് കേട്ടോ. നവ്യ എങ്ങനെയെങ്കിലും ജ്വല്ലറിയിൽ ആ കസേരയിലൊന്നും കൊണ്ടിരുത്തണമല്ലോ, പുതിയ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനം കൂടിയാണല്ലോ. അങ്ങനെ നവ്യ അഭിയെ കൊണ്ട് പോകുന്നുണ്ട്. അതേസമയം ആ നവ്യയുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ അതൊന്നും നമ്മളെ കാണിക്കുന്നില്ല. നവ്യ അഭിയോട് വർത്താനമൊക്കെ പറഞ്ഞ് ആദർശിൻ്റെയും നയനയുടെയും കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ജ്വല്ലറിയിൽ എത്തുകയാണ്. അപ്പോൾ ജ്വല്ലറിയിൽ
പുതിയ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനമൊക്കെ നടക്കുകയാണ്. ഡേവിഡ് തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കേട്ടോ, ബ്രാഞ്ച് MD എന്ന നിലയ്ക്ക്. അങ്ങനെ ബ്രാഞ്ച് മാനേജരായിട്ട് നമ്മുടെ അബിയാണ് അവിടെ ഈ കസേരയിൽ ഇരുത്താൻ പോകുന്നത്. അങ്ങനെ എല്ലാ സ്റ്റാഫിൻ്റെയും മുന്നിൽ വെച്ച് അബിയെ പരിചയപ്പെടുത്തുകയാണ് ഡേവിഡ്. ഇതാണ് നമ്മുടെ പുതിയ മാനേജർ അബി എന്ന് പറഞ്ഞിട്ട്. ഇദ്ദേഹം വെറും ചെറിയൊരാളൊന്നുമല്ല. മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ പ്രധാന ഒരു ഒപ്പോണൻസാണ്. അത് മാത്രമല്ല, നമുക്ക് അവരുമായിട്ട് നല്ല കോമ്പറ്റീഷനും ഉണ്ട്. അല്ല, നല്ല സൗഹൃദപരമായ കോമ്പറ്റീഷനിൽ കൂടിയാണ് പോകുന്നത്. അല്ലാതെ കള്ളവും ചതിയും ഒന്നും ജ്വല്ലറിക്കാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അങ്ങനെയുള്ള അബി അവിടുത്തെ കൊച്ചുമോനാണ്. നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയിലെ പാർട്ട്ണറാണ് അബി. അതുകൊണ്ട് തന്നെ അബിക്ക് അവിടെ ഒരു സ്ഥാനവും ലഭിക്കാത്തതും അവരുടെ ചതിയൊക്കെ കാരണവും ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ ജ്വല്ലറിയിലേക്ക് വന്നത്. ഒരുപാട് നാളത്തെ അനുഭവ സമ്പത്തുണ്ട് അബിക്ക് ജ്വല്ലറി രംഗത്ത്. അതുകൊണ്ട് നമ്മുടെ ഇവിടെ മാനേജരായിട്ട് അദ്ദേഹം ഇരിക്കുന്നതിലൂടെ നമുക്ക് നേട്ടേ ഉണ്ടാവുള്ളൂ. അതുപോലെ നമ്മുടെ മോഡൽ നവ്യ, നമുക്ക് ഈ നിലയിലൊക്കെ എത്താൻ വേണ്ടിയിട്ട് നവ്യയുടെ മോഡലിംഗ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പരസ്യ ചിത്രങ്ങളൊക്കെ ഒരു വലിയ പങ്ക് തന്നെയാണ് വഹിച്ചത്. പ്രത്യേകിച്ച് നവ്യ നമ്മുടെ മോഡലായപ്പം. നവ്യയും അബിയുടെ വൈഫാണല്ലോ, അവർ രണ്ടുപേരും ഇപ്പം നമ്മുടെ ജ്വല്ലറിയിലേക്ക് എത്തിയിരിക്കുകയാണ്. മൂർത്തീസ് ജ്വല്ലറിയിലെ അഴിമതി വയ്യാതെയാണ് അവരിങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഇവർക്ക് ഇവിടെ നല്ല സ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അബിയെ എല്ലാവരും വേണ്ട റെസ്പെക്റ്റൊക്കെ കൊടുക്കണം. നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, ബഹുമാനിക്കേണ്ട ആളാണ് എന്നൊക്കെ നമ്മുടെ ഡേവിഡ് സ്റ്റാഫിനോടെല്ലാം പറയുകയാണ്. എന്നിട്ട് അബിയെ വിളിച്ചിട്ട് പറയുകയാണ്, ഇനി അബി ഈ കസേരയിലൊന്ന് ഇരുന്നേ, ഇതാണ് അബിയുടെ കസേര, ഇവിടെ ഇരുന്ന് വേണം ഇനി വളരാൻ. ഇനി ഈ സ്ഥാപനത്തിൻ്റെ MD സ്ഥാനം വരെ വേണമെങ്കിലും അബിക്ക് എത്താമെന്ന് പറയുമ്പോൾ അബി അന്തം വിട്ടിരിക്കുകയാണ്. MD ഡേവിഡ് അല്ലേ, ഇനി MD സ്ഥാനം വരെ എനിക്ക് എത്താനോ, അതെങ്ങനെ സാധിക്കും എന്നൊക്കെ. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ്, എത്തുമടോ, ഞാൻ ചിലപ്പം എത്തും. ഇവിടെ ഇരുന്ന് കളിച്ച അബി തന്നെ പുറത്താക്കിയിട്ട് ഈ MD സ്ഥാനത്തേക്ക് കയറിയിരിക്കും. അങ്ങനെയുള്ളവനാണ് ഞാൻ എന്ന് മനസ്സിൽ അബി വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അബിയെ പിടിച്ചിരുത്തുകയാണ്. ഇരുത്തുമ്പം നവ്യയ്ക്ക് ഭയങ്കര സന്തോഷമാവുക അബി മാനേജറായിട്ട് ഇരിക്കുമ്പോൾ. അപ്പോൾ ഡേവിഡ് ചോദിക്കുന്നുണ്ട്, നയനയ്ക്കിപ്പോൾ സന്തോഷമായില്ലേ, അബിക്ക് ഇവിടെ ഒരു ജോലി കൊടുക്കണം എന്നല്ലേ നവ്യ പറഞ്ഞത്? ഇപ്പോൾ ഇവിടെ പുതിയ ബ്രാഞ്ചിൻ്റെ മാനേജറായിട്ട് വരെ ഇരുത്തിയിരിക്കുകയാണ് ഞങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നവ്യം പറയുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് സാറേ ഇങ്ങനെ ചെയ്തതിന് എന്ന് പറയുന്നുണ്ട്. അതിനൊക്കെ ശേഷം ഡേവിഡ് അങ്ങ് പോയി കഴിയുമ്പോൾ നവ്യ പറയാം, അബി നിനക്ക് നല്ല ഐശ്വര്യമുണ്ട്, നീ ഇപ്പോൾ ഈ കസേരയിൽ ഇരിക്കുന്ന കണ്ടിട്ട് എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യ, എന്തായാലും നീ ഇവിടെ ഒന്ന് ഇരുന്നേ എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തിയിട്ടൊരു ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അബിയും നവ്യയും കൂടെ നിന്നിട്ട് ആ ഒരു ക്യാബിനിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുകയാണ്, സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നവ്യ ഭയങ്കര ജോളിയായിട്ട് തന്നെ അബിയോടൊപ്പം നിൽക്കുകയാണ്. അങ്ങനെ നവ്യ അവിടുന്ന് പോയി കഴിയുമ്പം അബി മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തായാലും ഈ ജ്വല്ലറിയുടെ മാനേജർ കസേരയിൽ ഞാൻ എത്തി, ഇനിയിപ്പോൾ ഇവിടെ എല്ലാവർക്കും എന്നോട് നല്ല ബഹുമാനമായിരിക്കും, ഞാൻ എങ്ങനെയായാലും ജ്വല്ലറിയുടെ തലപ്പത്ത് വരെ എത്താൻ നോക്കും, അത് ആരെ ചതിച്ചിട്ടായാലും വേണ്ടില്ല, അബിക്ക് ഇതെല്ലാം വെട്ടിപ്പിടിക്കണം എന്നുള്ളൊരു ചിന്താഗതിയേ ഉള്ളൂ എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. അതേസമയം നവ്യയുടെ മനസ്സിൽ ഇതെല്ലാം ഉണ്ട് കേട്ടോ. നവ്യ ഡേവിഡിനെയും ഒക്കെ നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ നവ്യ അവിടുന്ന് പുറത്തിറങ്ങി ചെല്ലുമ്പോൾ ഡേവിഡ് ആരെയോ വിളിച്ച് സംസാരിക്കുന്നത് നവ്യ കേൾക്കും. അപ്പോൾ ഡേവിഡ് വിളിക്കുന്നത് നമ്മുടെ നാഗേന്ദ്രയാണ്. നാഗേന്ദ്രയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സാർ അബിയെ മാനേജർ കസേരയിൽ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ, അവന് ഇപ്പം നമ്മുടെ പുതിയ ബ്രാഞ്ചിൻ്റെ മാനേജറാണ്, വലിയ സന്തോഷത്തിലാണ് ആളെന്ന് പറയാം. അപ്പോൾ നാഗേന്ദ്ര പറയണം, അതെ എൻ്റെ മോൻ, അവൻ അവിടെ ഇരിക്കണം, അവൻ്റെ സ്ഥാനം അതല്ല, ഈ ജ്വല്ലറിയുടെ MD സ്ഥാനത്താണ് അവൻ എത്തേണ്ടത്. അതിപ്പോൾ അവനോട് പറയാൻ പോകണ്ട, കാരണം അവൻ്റെ അമ്മയുടെയും നാവും പ്രവൃത്തിയും ഒന്നും ശരിയല്ല. നേരത്തെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അവരതെല്ലാം കുളവാക്കും. നമ്മുടെ ലക്ഷ്യം പൂർത്തിയായതിന് ശേഷം വേണം എൻ്റെ മോനെ ഈ ജ്വല്ലറിയുടെ MD സ്ഥാനത്ത് അവരോഹിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുക ഡേവിഡിനോട്. അപ്പോൾ ഡേവിഡും പറയുന്നുണ്ട്, സാറേ ഞാൻ എല്ലാവിധ സപ്പോർട്ടും അബിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ, ആള് പക്ഷേ അത്ര ഡീസൻ്റ് ആണെന്നൊന്നും തോന്നുന്നില്ല, നമ്മളെയും വെട്ടിയിടാനുള്ള ഒരു ചിന്താഗതിയൊക്കെ ഉള്ള ആളാണ് സാറിൻ്റെ മോനെന്ന് പറയുക. അപ്പോൾ നാഗേന്ദ്ര പറയാം, പിന്നെ അതില്ലാതിരിക്കുമോ, എൻ്റെ മനസ്ഥിതി തനിക്കറിയില്ലേ, പിന്നെ അവൻ്റെ അമ്മ ജലജ, അവളെ തനിക്ക് അറിയില്ലല്ലോ, അവളുടെ സ്വഭാവം അറിയില്ലല്ലോ, ആ സ്വഭാവം തന്നെ അബിക്ക് കിട്ടിയിരിക്കുന്നത്. ആരെയും തകർത്ത് സമ്പാദിക്കണമെന്നും ചതിക്കണമെന്നും ഒക്കെ ഉള്ള ചിന്ത അവൻ്റെ മനസ്സിലുണ്ട്. സാരമില്ല, നമ്മുടെ സ്ഥാപനമാണെന്ന് അറിയുമ്പോൾ അവൻ പിന്നെ ചതിക്കാനൊന്നും പോയില്ലല്ലോ, അതുവരെയുള്ളത് നമ്മളങ്ങ് കണ്ടില്ലെന്ന് വെക്കും. എൻ്റെ മോൻ ഉയരങ്ങളിലെത്തണം, അവനെ ആരും ചതിക്കാൻ പാടില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഡേവിഡും പറയുന്നുണ്ട്, ശരിയാ, നവ്യാണ് ഇവിടെ കൊണ്ടാക്കിയത്, അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അബിയെ കൊണ്ട് ഇവിടെ ആക്കിയപ്പം. അപ്പോഴേക്കും ഉടനെ ഡേവിഡ് പറയാം, ആ പൊട്ടിയുടെ വിചാരം അവളുടെ റെക്കമെൻഡേഷൻ കൊണ്ടാണ് അബിക്ക് ഇവിടെ ജോലി കിട്ടിയതെന്നാ. അബിയാണ് ഈ സ്ഥാപനത്തിൻ്റെയും ഈ സ്വത്തിൻ്റെയും ഏക അവകാശി എന്നുള്ള കാര്യം അവൾക്കറിയില്ലല്ലോ. ഇനിയിപ്പം അവൾ അത് അറിഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ അവളെ അങ്ങ് ചവിട്ടി പുറത്താക്കും. എന്തായാലും എൻ്റെ മോൻ അവൾ വേണ്ട,
അവനോട് ഇന്നും കലഹിക്കുന്ന ആ കനകയുടെയും ഗോവിന്ദൻ്റെയും മകള് അവള് വേണ്ട. അതിന് നല്ലൊരു ബന്ധം എൻ്റെ മോനുണ്ടാക്കി കൊടുക്കും. നമ്മുടെ അന്തസ്സിന് ചേരുന്ന ഒരു ബന്ധം തന്നെ അവനുണ്ടാക്കി കൊടുക്കും. അല്ലെങ്കിലും അബിക്ക് നവിയുമായിട്ടുള്ള ബന്ധത്തോട് വലിയ താല്പര്യമൊന്നും ഇല്ലെന്ന് തനിക്കറിയാവല്ലോ എന്ന് പറയുക. അപ്പോൾ ഉടനെ തന്നെ ഡേവിഡും പറയുന്നുണ്ട്, ശരിയാ, നവ്യ ഒന്നും അറിയാതെ കഥ അറിയാതെ ആട്ടം കാണുക എന്നിങ്ങനെ പറയുക. അപ്പം നവ്യ ഇയാളുടെ ഭാവവും കുറച്ച് സംഭാഷണമൊക്കെ പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ട് മാറി നിന്നിട്ട് നവ്യ പറയുന്നുണ്ട് മനസ്സിൽ, ആരാ കഥ അറിയാതെ ആട്ടം കാണുന്നതെന്ന് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അറിയാം ഡേവിഡ് സാറേ. എന്തായാലും ഞാൻ ചിലതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വിചാരം ഒന്നും അറിഞ്ഞിട്ടില്ലെന്നല്ലേ ഉള്ളൂ. അബി അവനെ ശരിക്ക് ചതിക്കുകയാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞതാണ് എൻ്റെ ഫ്രണ്ടിൽ നിന്ന് എന്നൊക്കെ പറയുക. അങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോഴാണ് ആ ചിന്തകളൊക്കെ കാണിക്കുന്നത് കേട്ടോ. നവ്യ മുത്തശ്ശൻ്റെ വാക്ക് കേട്ടിട്ട് ആ DNA ടെസ്റ്റ് ഒന്നുകൂടി ചെയ്യാനായിട്ട് ഫ്രണ്ടിനെ സമീപിക്കുന്നതും അങ്ങനെ നവ്യയുടെ ഫ്രണ്ട് അതിൻ്റെ റിസൾട്ട് വന്ന് പറയുന്നതും അബിയുടെ കുഞ്ഞാണ് ചന്തുമോള്. അത് കേട്ട് നീ പെട്ടെന്ന് രോഷാകുലയൊന്നും ആകരുത് എന്ന് പറയാണ് ഫ്രണ്ട്. അപ്പോൾ നവ്യ ചോദിക്കും, നീ പറയുന്നത് സത്യം തന്നെയാണോ? അബിയുടെ കുഞ്ഞ് തന്നെയാണോ? എന്നിട്ട് ഡേവിഡ് സാർ പറഞ്ഞ ആ ഒരു DNA ടെസ്റ്റിൽ അങ്ങനെ അല്ലായിരുന്നല്ലോ റിസൾട്ട് വന്നത് എന്ന് പറയാണ്. അപ്പം ഫ്രണ്ട് പറയുന്നുണ്ട്, അതെന്താണെന്ന് അറിയില്ല, അവർ അബിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തകരരുതെന്ന് വിചാരിച്ചിട്ടോ വല്ലോ പറഞ്ഞതായിരിക്കാം. പക്ഷേ ഞാൻ ശരിക്കുമാണ് നോക്കിയത്. ഇക്കാര്യത്തിൽ നിനക്ക് സംശയം വേണ്ട, അബിയുടെ കുഞ്ഞ് തന്നെയാണ് ചന്തുമോള്, അല്ലാതെ ആദർശിൻ്റെ ഒന്നും അല്ല എന്ന് പറയുക. അപ്പോൾ നവ്യ പിന്നെയും അന്തം വിട്ട് നിൽക്കുമ്പോൾ ഫ്രണ്ട് പറയുക, ദേ നീ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാനേ പോകരുത്. ഇതിൻ്റെ സത്യാവസ്ഥ മുഴുവനും അറിയണം. നിന്നിൽ നിന്ന് നിൻ്റെ വീട്ടുകാരും അതുപോലെ തന്നെ അബിയും എല്ലാവരും മറച്ചു വെച്ച കാര്യം മാത്രമല്ല, ജ്വല്ലറിയിലെ ഡേവിഡും സംഘവും എന്തിനാണ് നിന്നോട് കള്ളത്തരം പറഞ്ഞതെന്നും അബിയെ എന്തിനാണ് ഇത്രയും സപ്പോർട്ട് ചെയ്തതെന്നും ഒക്കെ നമുക്കറിയണ്ടേ. അതുകൊണ്ട് നീ കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാത്തതുപോലെ ഭാവിച്ച് അഭിനയിക്കണം എന്ന് പറയാം. അപ്പം നവ്യ പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാ, ഇനിയിപ്പം ഞാൻ മനസ്സിലാക്കി ആ ജ്വല്ലറിക്കാരും എന്നെ ചതിക്കുകയാണെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം അവർക്കെതിരെ കളിക്കും ഞാൻ. എന്തെങ്കിലുമൊക്കെ മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കാൻ അവർ ചെയ്താൽ അത് ഞാൻ കണ്ടെത്തൂ എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഈ വിവരങ്ങളൊക്കെ അറിയുന്നത്. നയനയെ പോലീസ് പിടിക്കുന്നതും നയനയുടെ വണ്ടിയിൽ സ്വർണം വയ്ക്കുന്നതും ഒക്കെ നവ്യ അറിയുന്നതും അത് ഫ്രണ്ട് വഴി നവീനെ അറിയിക്കുന്നതും ഒക്കെ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ്. അത് പിന്നീടാണ് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കാണിക്കുന്നതൊക്കെ. അത് കഴിയുമ്പോഴാണ് പിന്നെ ഇപ്പോൾ അടുത്ത സംഭവം, നമ്മുടെ അബി ജ്വല്ലറിയിൽ ജോയിൻ ചെയ്തു. അബി ജ്വല്ലറിയിൽ ജോയിൻ ചെയ്തുകൊണ്ട് നവ്യയ്ക്കൊരു ഗുണമുണ്ട്, ജ്വല്ലറിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ നവ്യ ഫ്രണ്ടുമായിട്ട് സംസാരിക്കുന്ന പിന്നെ കാണിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്, അവൻ അബി ജ്വല്ലറിയിൽ മാനേജറായിട്ട് ജോയിൻ ചെയ്തു ഇന്നെന്ന് പറയുക. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, അത് നല്ല കാര്യമാണല്ലോ, അവിടുത്തെ ചില കാര്യങ്ങളൊക്കെ നിനക്ക് അതുവഴി അറിയാൻ പറ്റുമല്ലോ അബി മാനേജറായിട്ട് ഇരിക്കുമ്പോഴെന്ന് പറയുക. അപ്പം നവ്യ പറയുന്നുണ്ട്, അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. കാരണം അവൻ കാണിക്കാത്ത തരികിടകളൊന്നും കാണില്ല. ഇനിയിപ്പോൾ ജ്വല്ലറിയിലെ മാനേജറാണെങ്കിൽ പോലും അവൻ അവിടെയും എന്തെങ്കിലും തരികിടയൊക്കെ ഒപ്പിക്കും. അത് വെച്ച് ഞാൻ പിടിച്ചു കയറും. ജ്വല്ലറിയെ തകർക്കാനേ ഞാൻ ശ്രമിക്കുള്ളൂ. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് എനിക്കും അറിയണം എന്നൊക്കെ ഇങ്ങനെ നവ്യയും പറയുന്നുണ്ട് ഫ്രണ്ടിനോട്. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, വളരെ സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാൻ. എന്താ നിൻ്റെ അനിയത്തിയുടെ അവസ്ഥ എന്ന് ചോദിക്കുക. അപ്പം നവ്യ പറയുന്നുണ്ട്, അല്ല അവൾ പ്രഗ്നൻ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ അന്ന് ആ ജയിലിൽ കിടക്കേണ്ടി വന്നത് വളരെ ഒരു വിഷമം ഉണ്ടാക്കി. പക്ഷെ ഞാനത് കൈകാര്യം ചെയ്തതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയും ഒക്കെ ചെയ്തല്ലോ. പിന്നെ ഇപ്പോഴും അവളുടെ അടുത്ത് ചെന്ന് ഒന്ന് സ്നേഹത്തോടെ പെരുമാറാനോ ആശ്വസിപ്പിക്കാനോ ഒന്നും എനിക്ക് പറ്റുന്നില്ല. കാര്യം ഞാനിപ്പോഴും അഭിനയിക്കുകയല്ലേ ചെയ്യുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അവളോട് നല്ല സ്നേഹമാണ്. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുപോലെ ആദർശേട്ടൻ, ആ മനുഷ്യൻ എനിക്കും എൻ്റെ കുഞ്ഞിനും വേണ്ടിയിട്ടാണ് ഈ ത്യാഗം സഹിച്ചത്. അബിയുടെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞാണെന്ന് ഏറ്റെടുത്തത്. അദ്ദേഹത്തോടൊക്കെയുള്ള കടപ്പാട് പറഞ്ഞാലും തീരുന്നൊന്നും അല്ല. അതൊക്കെ ഇനി എന്ന് ഞാൻ വെളിപ്പെടുത്തും എന്ന് പറയാം. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, അല്ല നീ ധൃതി വയ്ക്കുകയൊന്നും വേണ്ട, ഇതിൻ്റെ സത്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നിനക്കത് വെളിപ്പെടുത്താമല്ലോ. ഇപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം, അതുവരെ നീ ഇങ്ങനെ തന്നെ നിൽക്കണേ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ നവ്യ ഇടയ്ക്ക് ജ്വല്ലറി ചെല്ലുന്നൊക്കെ ഉണ്ട്. അതേസമയം അബിയാണെങ്കിൽ അവിടെ നല്ല രീതിയിൽ അങ്ങ് ഭരിച്ച് കയ്യേറുക കേട്ടോ. എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ അബിക്ക് കിട്ടിയപ്പം അബി നന്നായിട്ട് സ്റ്റാഫിനെയൊക്കെ ചീത്ത പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഡേവിഡിനെ ശക്കലമൊക്കെ ഒന്ന് അലോസരപ്പെടുത്തുന്നുണ്ട്. ഡേവിഡ് നാഗേന്ദ്രയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ, അതെ സാർ, അബി ഇവിടെ വന്നിട്ടും സ്റ്റാഫും ഒക്കെ ആയിട്ട് കുറച്ചൊക്കെ ഒന്ന് ഇടഞ്ഞ് നിൽക്കുകയാണ്. അവിടത്തെ പോലെ തന്നെ സ്റ്റാഫിനെ ശാസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റാഫിലെ ചിലർക്കൊക്കെ അബിയോട് വിരോധമുണ്ട് എന്ന് പറയാണ്. അപ്പം നാഗേന്ദ്ര പറയുന്നുണ്ട്, അത് അവൻ്റെ സ്വഭാവം അങ്ങനെയായിപ്പോയി, എന്ത് ചെയ്യാനാ, അവനെ അവൻ്റെ അമ്മയും പറഞ്ഞു തിരുത്താനൊക്കെ വലിയ പാടാണ്.
ഇനിയിപ്പം സ്റ്റാഫുമായിട്ട് എന്തെങ്കിലും അലോത്സരം ഉണ്ടായാലും നമ്മൾ അവനെ ബുദ്ധിമുട്ടിക്കാനൊന്നും പോകണ്ട. അവനിനി ജോലി രാജിവെച്ച് മൂർത്തീസ് ജ്വല്ലറിയിലേക്ക് തിരിച്ചു പോകരുത്. അവൻ നമ്മുടെ ജ്വല്ലറിയിൽ നിൽക്കുന്നത് നമുക്കൊരു ബലം തന്നെയാണ്. പിന്നെ അത് തന്നെയല്ല, അവൻ നമ്മുടെ ജ്വല്ലറിയുടെ അവകാശിയാണല്ലോ. അവൻ്റെ അല്ലറ ചില്ലറ കുരുത്തക്കേടുകളൊക്കെ താനങ്ങ് കണ്ടില്ലെന്ന് വച്ചേക്കണം എന്ന് പറയണം. അപ്പോൾ ഇതൊക്കെ നവ്യ കേൾക്കുന്നുണ്ട് കേട്ടോ, ഈ പറയുന്നതൊക്കെ. അപ്പോൾ നവ്യക്ക് വ്യക്തമാവുന്നുണ്ട് അബി അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യമേ. അബി അതിനുശേഷം വീട്ടിലെത്തുകയാണ് കുറച്ച് ദിവസങ്ങൾക്കൊക്കെ ശേഷം. അപ്പോഴേക്കും ഭയങ്കര തിരക്കൊക്കെയാണ്. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്കിപ്പം ഭയങ്കര തിരക്കൊക്കെ ആയിപ്പോയല്ലോ, മൂർത്തീസ് ജ്വല്ലറിയിലെ മാനേജറായപ്പോഴേ ആയിരുന്നപ്പം നിനക്ക് ഇത്രയും തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പം AM ജ്വല്ലറിയിലെ മാനേജറായപ്പം നിനക്ക് ഭയങ്കര തിരക്കായല്ലോ, നീ അവിടെ ഭയങ്കര ഭരണമൊക്കെ ആണെന്ന് ഞാനിങ്ങനെ കേട്ടല്ലോ എന്ന് പറയാം. അപ്പോൾ അബി പറയുന്നുണ്ട്, പിന്നെ എല്ലാം കുഴഞ്ഞു മറിഞ്ഞു കിടക്കാണ്, അതെല്ലാം ഒന്ന് നേർ വഴിക്കാക്കണം. അല്ല നമുക്ക് അധികാരമുള്ളപ്പം നമുക്ക് നിയന്ത്രിക്കാവുന്നവരെയൊക്കെ അങ്ങ് നിയന്ത്രിക്കണം. അപ്പോൾ നവ്യ പറയാം, നിയന്ത്രിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, നീ സ്റ്റാഫിനോടൊക്കെ വല്ലാത്ത രീതിയിൽ പെരുമാറുന്നെന്നും അവരുടെ എല്ലാം വിരോധം സമ്പാദിക്കുന്നെന്നും ഒക്കെ കേട്ടു. അതൊക്കെ കുറച്ച് മോശമാണ്. നീ ചെല്ലുന്നതിന് മുമ്പ് തൊട്ട് ആ ജ്വല്ലറി ജോലി ചെയ്യുന്നവർ, ആ സ്റ്റാഫ് അവരെ ബുദ്ധിമുട്ടിക്കുന്നെന്ന് പറഞ്ഞാൽ അവരൊക്കെ നിനക്ക് എതിരാവുമെന്ന് പറയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, ആരൊക്കെ എതിരായാലും എനിക്ക് കുഴപ്പമില്ല, എൻ്റെ അധികാരത്തിൽ ആരും കൈയടക്കാൻ പാടില്ല, എന്നെ ബഹുമാനിക്കാത്തവരെയൊക്കെ ഞാൻ പിരിച്ചുവിടാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയെന്ന് പറയുമ്പം നവ്യ പറയാം, നിൻ്റെ പഴയ എടുത്ത് ചാടിയുള്ള സ്വഭാവമൊന്നും വേണ്ട അബി അവിടുത്തെ പാവം സ്റ്റാഫുകളോട്. ഇക്കണക്കിന് പോയാൽ നീ ഡേവിഡ് സാറിനെ ആ കസേരയിൽ നിന്ന് മാറ്റി അതിവിടെ കയറി ഇരിക്കുമല്ലോ എന്ന് പറയാം. അപ്പം അബി പറയുന്നുണ്ട്, വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും. ഈ അബിയെക്കുറിച്ച് നിനക്കറിയാമല്ലോ, എല്ലാം കയ്യേറാനായിട്ട് എനിക്ക് വലിയ താല്പര്യമാണെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അതേ വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും നീ ചിന്തിക്കേണ്ട കേട്ടോ. ആട്ടെ അവിടുത്തെ ജ്വല്ലറിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അബി കുറേയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അബിക്കൊരു കോള് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കുറേ ഡയമണ്ട്സിൻ്റെ കാര്യമാണ് വരുന്നത്. കുറേ ഡയമണ്ട്സ് എക്സ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ കുറേ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇമ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്നതൊക്കെ വേറെ സ്ഥലത്തോട്ടാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്നത് ക്വാളിറ്റി കുറഞ്ഞ ഡയമണ്ട്സ് ആണ്, ഒറിജിനൽ അല്ല. ഒറിജിനൽ പോലെ തോന്നുന്ന ഡയമണ്ട്സ് അത് ക്വാളിറ്റി കൂടിയതാണെന്ന് പറഞ്ഞിട്ട് എക്സ്പോർട്ട് ചെയ്യാനും ഒക്കെ പോവുകയാണ് കേട്ടോ AM ജ്വല്ലറി. അങ്ങനെ ആ ജ്വല്ലറി എല്ലാം ഓർണമെൻറ്റ്സ് ഒക്കെ ആക്കുകയാണ്. അതും AM ജ്വല്ലറി വഴി വിറ്റഴിക്കാനൊക്കെ ഉള്ള പരിപാടിയാണ്. ഇതൊക്കെ ഡേവിഡ് വിളിച്ചിട്ട് അബിയോട് പറയുന്നുണ്ട്, ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, മാനേജറാണല്ലോ. അപ്പം ബ്രാഞ്ച് വഴി കുറേ ഡയമണ്ട്സ് വരുന്നുണ്ട്, അതെല്ലാം ക്വാളിറ്റി കുറഞ്ഞതാണ്, പക്ഷേ നമ്മൾ ക്വാളിറ്റി ഉള്ളതാണ് എന്ന രീതിയിലാണ് വിറ്റഴിക്കുന്ന ആഭരണങ്ങളാക്കി എന്ന് പറയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, അതൊന്നും ഒരു പ്രശ്നമേ എനിക്കല്ല, കാരണം ഇതിലപ്പുറം കളിച്ചവനായി ഈ അബി, അതൊക്കെ സാറ് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വിട്ടു, നമ്മുടെ ജ്വല്ലറി വഴി അതെല്ലാം വിറ്റഴിച്ചോളാം, ഞങ്ങൾ ക്വാളിറ്റി ഉള്ളതാണെന്ന് തന്നെ എല്ലാ കസ്റ്റമേഴ്സിനെയും ബോധ്യപ്പെടുത്തി നമ്മളത് ചെയ്യും. അങ്ങനെ നമ്മൾ ലക്ഷങ്ങളും കോടികളും ഒക്കെ ഉണ്ടാക്കുമെന്ന് അബി പറയാണ്. അപ്പോൾ ഡേവിഡും പറയുന്നുണ്ട്, ഡൺ, നിന്നെപ്പോലെ ഒരാൾ തന്നെയാണ് ഞങ്ങളുടെ കൂടെ വേണ്ടിയിരുന്നതെന്ന് പറയാം. അപ്പോൾ ഇത് നമ്മുടെ നവ്യ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം നവ്യ അബിയോട് ചോദിക്കുക, എന്താ അബി, അല്ല നീ എന്തിനാ ഇതൊക്കെ അറിയുന്നത്, അത് പേഴ്സണൽ കാര്യങ്ങളൊക്കെയാണ്, ഒഫീഷ്യലായിട്ടുള്ള ചില മാറ്റേഴ്സാണ്, അത് വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ടതാണ്, അത് നീ അറിയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പം നവ്യ ചോദിക്കുക, എന്താടാ ക്വാളിറ്റി കുറഞ്ഞ ഡയമണ്ട്സ് ആണോ നിങ്ങൾ ജ്വല്ലറി വഴി വിൽക്കാൻ പോകുന്നത്, അത് ജ്വല്ലറിയുടെ പേരിനെ തന്നെ ബാധിക്കില്ലേ എന്ന് ചോദിക്കുമ്പം അതിന് നിനക്കെന്താ, AM ജ്വല്ലറിയുടെ MD ഡേവിഡ് സാറിനില്ലാത്ത വിഷമം നിനക്കെന്താ, ഞങ്ങളത് ചെയ്യും, അതുവഴി കുറച്ച് പണം എനിക്കെന്താടയും, അത് നാളെ തന്നെ സംഭവിക്കുമെന്ന് പറയണം. അപ്പം നവ്യ മനസ്സിലോർക്കാണ്, ഇവൻ ഇങ്ങനെ ചെയ്താൽ ഇത് ശരിയാവില്ലല്ലോ, ഇവനൊരു പണി തന്നെ കൊടുക്കണം എന്ന് വിചാരിക്കുക. നവ്യ അങ്ങനെ പോലീസിനെയും കസ്റ്റംസിനെയും ഒക്കെ വിളിച്ച് അറിയിക്കുന്നുണ്ട് കേട്ടോ, ക്വാളിറ്റി കുറഞ്ഞ ഡയമണ്ട്സ് ആണ് അവിടെ വരുന്നതെന്നും അതാണ് എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നത് എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ വിളിച്ച് പറയാണ്. അതുപോലെ കുറേയൊക്കെ ഓർണമെൻറ്റ്സ് ആക്കി വിറ്റ് കസ്റ്റമേഴ്സിനെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യവും ഒക്കെ ഫ്രണ്ട് വഴി പോലീസിനെയും കസ്റ്റംസിനെയൊക്കെ അറിയിക്കുകയാണ്. അങ്ങനെ അവരെല്ലാം വിവരങ്ങൾ അറിഞ്ഞ് നേരെ അബിയുടെ ബ്രാഞ്ചിലേക്കാണ് കേട്ടോ വരുന്നത്. വന്ന് അബിയുടെ ബ്രാഞ്ചിൽ എല്ലാം ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഒരു റെയ്ഡ് തന്നെ അവിടെ നടത്തുകയാണ്. അങ്ങനെ റെയ്ഡൊക്കെ നടത്തി കഴിയുമ്പം അബിയുടെ ബ്രാഞ്ചിൽ നിന്ന് തന്നെ കുറേ ക്വാളിറ്റി കുറഞ്ഞ ഡയമണ്ട്സ് കിട്ടുക. അപ്പോഴേക്കും അവർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇതാണ് AM ജ്വല്ലറിക്കാരുടെ പണി, ക്വാളിറ്റി കുറഞ്ഞ ഡയമണ്ട്സ് കൊണ്ടുവന്ന് വിറ്റ് കസ്റ്റമേഴ്സിനെ പറ്റിക്കുകയാണല്ലേ, ഇത് ചെറിയ തെറ്റൊന്നും അല്ലല്ലോ, മാനേജർക്ക് ഇതിൽ നല്ല പങ്കില്ലേ എന്ന് ചോദിക്കുമ്പം അബി അവിടെ നിന്ന് പറയാണ്, ഞാൻ പുതിയ മാനേജറാണ് സാർ, കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ ഞാനിവിടെ മാനേജരായിട്ട്, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല, MD അയച്ചു തന്നതായി ഈ ഡയമണ്ട്സൊക്കെ, അത് വിൽക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയാം. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, അങ്ങനെ അങ്ങ് പറഞ്ഞൊഴിയാനൊന്നും പറ്റില്ല, നിങ്ങൾ കൂടി അറിയാതെ ഇത് വഴി ഈ ബ്രാഞ്ച് വഴി ഇത് നടക്കില്ല, അതുകൊണ്ടാ എന്ന് പറയുമ്പോൾ അബി ചോദിക്കുക, സാറേ ഈ വിവരങ്ങളൊക്കെ ആരാ പറഞ്ഞത്,
അതിപ്പോൾ നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? ആരെങ്കിലുമൊക്കെ ഞങ്ങളെ ഇങ്ങനെയുള്ള വിവരങ്ങൾ അറിയിക്കും, അതിൻ്റെ പുറകെ ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യും. അല്ല, അതൊക്കെ നിങ്ങളെ ബോധിപ്പിക്കണമെന്നുണ്ടോ? എന്തായാലും സ്റ്റേഷനിലോട്ട് വാ, ജാമ്യം എടുത്ത് പോരാൻ പറ്റുമെങ്കിൽ പോരാം, അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ അബി അറസ്റ്റ് ചെയ്യുക. അപ്പോഴേക്കുമാണ് ഡേവിഡിനെ അറസ്റ്റ് ചെയ്യാണ്. ഡേവിഡും അബിയും ഒക്കെ ചിന്തിക്കുകയാണ് ഇതെങ്ങനെ സംഭവിച്ചു. ഡേവിഡ് ഉടനെ നാഗേന്ദ്രയെ വിളിച്ച് പറയുന്നുണ്ട്, നമുക്കൊരു അബദ്ധം പറ്റി, അബിയെ കൊണ്ട് സംഭവിച്ചതാ, അവൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ ന്യൂസ് ലീക്ക് ആയതാ ഈ ഡയമണ്ട്സ് ക്വാളിറ്റി കുറഞ്ഞാണെന്നുള്ള കാര്യം, അതുകൊണ്ടാണ്ടെ നമുക്ക് വന്നത് കോടികളുടെ നഷ്ടമാണ് സാറേ എന്ന് പറയുമ്പോൾ നാഗേന്ദ്ര പറയാം എന്ത് ചെയ്യാനാ, അവനെ മാനേജറായിട്ട് കൊണ്ടിരുത്തുകയും ചെയ്തു, ഇനിയിപ്പം ഇവനെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ആരോ അവനെ ചതിച്ചതാ, പക്ഷേ സഹിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അവൻ എൻ്റെ മോനായി പോയില്ലേ എന്നൊക്കെ ഡേവിഡും പറയുന്നുണ്ട്. അങ്ങനെ ഒരു 8ന്റെ പണി നവ്യ കൊടുക്കുന്നുണ്ട് AN ജ്വല്ലറിക്കാർക്കും ആബിക്കും ഒക്കെ കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്